ഇന്നത്തെ ഇഫ്താർ ഡ്രിങ്ക് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് അതിലേക്ക് അല്പം ഇളം ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അളന്ന് വെച്ചിട്ടുള്ള പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് 1 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുക്കുന്നുണ്ട്. നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചൊവ്വരിയും അതുപോലെ തന്നെ സേമിയയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ടൈപ്പ് സേമിയ എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അതാണ് ഈ ഒരു ഡ്രിങ്ക് കാണാനും കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റും ഭംഗിയുള്ളത്. ഇനി ഞാൻ വേറൊരു ബൗളിലേക്ക് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം നട്ട്സ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൂട്ട്സ് ആയിട്ട് ഡേറ്റ്സ്, അതുപോലെ തന്നെ മുന്തിരി, ആപ്പിള്, അനാർ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഷുഗർ തന്നെ ചേർത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് നമുക്ക് തണുപ്പിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്